ആരാണ് നബിയേ? പരാജയത്തിന്റെ പടുകുഴിയിൽ അകപ്പെട്ടു പോയതാകുന്ന വ്യക്തി ആരാണ്? കാരുണ്യത്തെ തൊട്ട് വിദൂരമാക്കപ്പെട്ടു പോയ വ്യക്തി ആരാണ്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബ താരിഖു സ്വലാ, നിസ്കാരം ഉപേക്ഷിച്ചുകൊണ്ട് നടക്കുന്ന ഏതൊരു സഹോദരനുണ്ടോ, അതിനെ ലാഘവത്തോടുകൂടി കാണുന്ന ഏതൊരു സഹോദരിയുണ്ടോ, അവരിൽ പെട്ടവർ എന്നിൽ ഉൾപ്പെടുത്തരുത് എന്ന് ഞാൻ ദുആ ചെയ്തത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏറ്റവും പരാജയത്തിന്റെ പടുകുഴിയിൽ അകപ്പെട്ടു പോയവരാണ് നിസ്കാരം ഉപേക്ഷിച്ച് നടക്കുന്നവരെ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇന്ന് എത്രയോ ആളുകൾ ഇതൊക്കെ നിസാരവൽക്കരിക്കാൻ, കൗമാരപ്രായമുള്ളതാകുന്ന സഹോദര സഹോദരിമാർ രാവിലെ ബാഗും തൂക്കി ഇറങ്ങുകയാണ് കോളേജിലേക്ക്. സുബൈ നിസ്കരിച്ചിട്ടുണ്ടാവും, ളുഹറും അസ്റും എവിടെ? ഈ അടുത്തൊരു വീഡിയോ കണ്ടു, സ്കൂളിന്റെ തന്നെ ഒരു ഭാഗത്ത് ക്ലാസ് റൂമിൽ നിസ്കരിക്കുന്നതാകുന്ന പെൺകുട്ടികളുടെ വീഡിയോ. മാഷാ അല്ലാഹ്, ഖൈറാണ്, അല്ലാഹു കബൂലാക്കട്ടെ. അങ്ങനെ വേണമല്ലോ, നിസ്കാരം മുറ പോലെ നിർവഹിക്കുന്നവരാണ്. ആളെ കാണിക്കാനും റീൽസിന് വേണ്ടിയും കൊട്ടിഘോഷിക്കാനും വേണ്ടിയല്ല. അള്ളാഹുമായിട്ടുള്ള ഇബാദത്ത് രഹസ്യ ഇബാദത്താണ്. അത് രഹസ്യമായി കൃത്യമായി നടത്തുന്നവർക്ക് തീർച്ചയായും വലിയ വിജയമുണ്ടാകും, വമ്പിച്ച വിജയമുണ്ടാകും. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. അങ്ങനെ നിസ്കരിക്കുന്ന, നിസ്കാര ചിട്ടവെക്കുന്ന എത്രയോ സാലിഹത്തുകളാകുന്ന സഹോദരിമാരുണ്ട്. പ്ലസ് ടുവിന് പഠിക്കുന്ന മക്കൾ, BA പഠിക്കുന്ന മക്കൾ, MA പഠിക്കുന്ന മക്കൾ, നമസ്കാരങ്ങൾ ചിട്ടയാണ്. പക്ഷേ മറ്റു പലരും രാവിലെ പോകുന്നു, പിന്നെ അവരുടെ നമസ്കാരം ളുഹറും ഇല്ല, അസ്റും ഇല്ല. മഗ്രിബ് നിസ്കരിച്ചാൽ നിസ്കരിച്ചു, അത് തന്നെ ആരെങ്കിലും 10 വട്ടം പറയണം. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. പുതിയ തലമുറയോട് നന്മ കൊണ്ടുള്ള കൽപ്പനയില്ല, തിന്മ കൊണ്ടുള്ള വിരോധനയില്ല. അള്ളാഹുവിന്റെ റസൂൽ 1400 വർഷം മുമ്പ് ആശങ്കപ്പെട്ടത് ഇന്ന് ശരിയാണ്. മോനെ നിസ്കരിക്കുന്നു എന്ന് പറയാൻ വാപ്പയും ഉമ്മയും തയ്യാറാകാത്ത യുഗം. നീ നിന്റെ കുടുംബത്തോട്, ഭാര്യയോട്, മക്കളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ. അതിന്മേൽ പരിപൂർണമായ ക്ഷമ അവലംബിച്ച് നിലകൊള്ളണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വാ. 3 കാര്യങ്ങളാണ് അല്ലാഹു എടുത്തു പറയുന്നത്. നിങ്ങൾക്ക് സമ്പത്ത് വേണോ, സന്താനം വേണോ, നിങ്ങൾക്ക് ജീവിതത്തിന്റെ ഉപാധികൾ അല്ലാഹു അടുപ്പിച്ചു തരണോ, റിസ്ഖ് നിങ്ങൾക്ക് വിശാലമാക്കണോ. റിസ്ഖ് എന്ന് പറഞ്ഞാൽ കേവലം ഭക്ഷണം മാത്രമല്ല, വീട്, വാഹനം, വസ്ത്രം എന്ന് വേണ്ട എല്ലാ വിഭവങ്ങൾക്കും കൂടി ചേർത്ത് പറയുന്നതാണ് റിസ്ഖ് എന്ന പദം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അല്ലാഹു ഖുർആനിലൂടെ പറയുന്നു, ലാ നസ്അലുക റിസ്ഖ, നിങ്ങളോട് നാം വിഭവങ്ങളെ തേടുന്നില്ല. നിങ്ങൾക്ക് വീട് വേണോ, വാഹനം വേണോ, വസ്ത്രം വേണോ, ഭക്ഷണം വേണോ, ഒക്കെ ഞാൻ തരാം. എന്ത് ചെയ്യാന്നാൽ മതി? വഅ്മുർ അഹ്ലക ബിസ്സലാ, നിങ്ങളുടെ കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുകയും നിങ്ങൾ നിസ്കരിക്കുകയും വേണം. ലാ നസ്അലുക റിസ്ഖൻ, നിങ്ങളോട് നാം റിസ്ഖിനെ തേടുന്നില്ല. നഹ്നു നർസുഖുക, നാമാണ് നിങ്ങൾക്ക് റിസ്ഖ് നൽകുന്നത്. വീട്, വാഹനം, വസ്ത്രം, ഭക്ഷണം ഒക്കെ വേണോ? നാം തരാം, റെഡിയാണ്. നിങ്ങൾ നിസ്കരിക്കണം, കറക്റ്റായിട്ട് നിസ്കരിക്കണം. അല്ലാഹു പറയാ. മാത്രമല്ല വൽ ആഖിബതു ലിത്തഖ്വാ, ഈ നിസ്കാരം നിലനിർത്തുന്നവൻ, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവൻ, അവന്റെ അന്ത്യം നന്നാവുകയും ചെയ്യും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 5 വഖത്ത് ജമാഅത്ത് ശീലിക്കുന്ന പുരുഷന്മാർ, അവ്വൽ വഖത്തിൽ നമസ്കരിക്കുന്ന സഹോദരിമാർ, ആഖിബത്ത് നന്നാവും. കള്ളുകുടിക്കുന്ന ചെറുപ്പക്കാർ, ലഹരി മുക്ത ജീവിതം നയിക്കാൻ നിസ്കാരം കൊണ്ട് സാധിക്കും. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, എല്ലാ മ്ലേച്ഛമാകുന്ന സ്വഭാവ വൈകൃഷ്യങ്ങളിൽ നിന്ന് പരിപൂർണമായി നിസ്കാരം അവനെ തടയുന്നതാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. കള്ള് കുടിക്കുന്നവരെ, വ്യഭിചരിക്കുന്നവരെ, സിനിമ കാണുന്നവരെ, സീരിയൽ ദർശിക്കുന്നവരെ, ഹറാമായ തലത്തിലേക്ക് കണ്ണുകളെ, കാതുകളെ, ശരീരത്തിന്റെ അവയവങ്ങളെ കൊണ്ടുപോകുന്ന ചെറുപ്പക്കാരാ, സോദരാ, 5 വഖത്ത് നമസ്കാരം കൃത്യമായി നിർവഹിക്കണേ. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി, എല്ലാ മ്ലേച്ഛതയിൽ നിന്നും, എല്ലാ വിരോധമാക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും നിസ്കാരം നിങ്ങളെ തടയിടാൻ കാരണമാകുമെന്ന് വിശുദ്ധമായ ഖുർആൻ. എല്ലാ മ്ലേച്ഛതയിൽ നിന്നും അല്ലാഹു തടയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇന്ന് പുതിയ തലമുറ എങ്ങോട്ടാണ്? മക്കളെ ഉപദേശിക്കാൻ പറ്റൂല. അധ്യാപകർ പ്രിയപ്പെട്ടതാകുന്ന വിദ്യാർത്ഥികളെ ഉപദേശിക്കുമ്പോൾ
അവന്റെ മൊബൈൽ ഒന്ന് വാങ്ങിച്ചു വെച്ചതിന്റെ പേരിൽ അധ്യാപകന്റെ പേരിൽ മെക്കിട്ട് കയറുന്ന, നീ പുറത്തിറങ്ങുമ്പോൾ നിന്നെ കാണിച്ചു തരാം, നിന്നെ ഇല്ലാതാക്കുമെന്ന് പരസ്യമായി പറയുന്ന മക്കളുള്ള കാലഘട്ടം. സ്വന്തം ഉമ്മയെ ജനിപ്പിച്ചതിന്റെ പേരിൽ ലഹരി പരിപൂർണമായി കുടിച്ചു തീർത്തിട്ട് ഉമ്മയെ വെട്ടി കൊലപ്പെടുത്തിയിട്ട് എനിക്ക് ജന്മം നൽകിയതിന്റെ പേരിലാണ് ഈ മാതാവിനെ ഞാൻ കൊന്നത് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന പുതിയ തലമുറയുടെ കാലഘട്ടം. പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ ശരീരത്തിന്റെ ആകാര സൗഷ്ഠവങ്ങൾ കാണാൻ വേണ്ടി ക്ലാസ് കട്ട് ചെയ്യാതെ കോളേജ് മുറിയുടെ അകത്തളത്തിൽ കയറിയിരുന്ന് കഞ്ചാവും ഡ്രഗ്സും ഒക്കെ അടിച്ചിരുന്ന് അവരുടെ പൊക്കിൾ കുഴിയിലേക്ക് നോക്കിയിരിക്കുന്നതാകുന്ന യുവാക്കളുള്ളതാകുന്ന കാലഘട്ടം. ഈ രീതിയിൽ വിദ്യാഭ്യാസത്തിന്റെ തലങ്ങൾ മാറിയ കാലഘട്ടം. പഠിപ്പിക്കുന്ന ടീച്ചറെ ലൈനടിക്കാൻ വേണ്ടി നിലകൊള്ളുന്നതാകുന്ന യുവാക്കളുള്ള കാലഘട്ടം. അള്ളാഹു നമ്മുടെ മക്കളെ കാത്ത് സംരക്ഷിക്കട്ടെ. എവിടേക്കാണ് പോകുന്നത്? അള്ളാഹു ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ലഹരി വല്ലാതെ കൂടി വരുകയാണ്. ഗവൺമെന്റ് നിരോധിച്ചതാകുന്ന പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗങ്ങൾ വല്ലാതെ കൂടി വരുകയാണ്. ഗവൺമെന്റ് നിരോധിച്ച ഈ സിഗരറ്റ്, ഇലക്ട്രിക് സിഗരറ്റ്, ഇത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് നമ്മുടെ ചെറുപ്പക്കാർക്കിടയിലാണ്. നമ്മുടെ രാജ്യത്ത് തന്നെ ബാനാണ്. ഇലക്ട്രിക് സിഗരറ്റുകൾ ഇന്ന് ചെറുപ്പക്കാരായ ആളുകൾ +1-നും +2-നും 8ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ അതും കത്തിച്ചുകൊണ്ട് നടക്കുകയാണ്. 6 മാസം 4 മാസം അവൻ്റെ ഉപയോഗത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ മക്കളുടെ ഉപയോഗമാണെങ്കിൽ 1 മാസം മതി, ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് സാധനം തീരും. അത്രത്തോളം ഇരുന്ന് വല്യപ്പ കട്ടൻ പീടി അടിക്കുന്നു, മക്കളിതാ നല്ല കഞ്ചാവ് അടിച്ച് നടക്കുന്നു. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തു സംരക്ഷിക്കട്ടെ. MDMA-യും LSD-യും ഒക്കെ ഉപയോഗിക്കാൻ ചെറിയ പഞ്ചസാര തരി പോലെയുള്ള ഈ സാധനം നാവിനടിയിലേക്ക് വെച്ചാൽ നഊദുബില്ലാ ഒരു 48 മണിക്കൂറിനുള്ളിൽ അവൻ അതിന് അഡിക്റ്റ് ആവുകയാണ്. 2 ദിവസം കൊണ്ട് അവൻ അഡിക്റ്റ് ആവുകയാണ്. പിന്നെ അത് കിട്ടാതെ വന്നാൽ ഉമ്മയെ കൊല്ലും, വാപ്പയെ വെട്ടും, ഉമ്മയെ വ്യഭിചരിക്കും, എന്ത് ബഹളം ഉണ്ടാക്കും. ഉമ്മയുടെ മാല കൊണ്ടുപോയി പണയം വെക്കാനും തയ്യാറാകും. സ്വന്തം ഉമ്മയുടെ വേണേ കടയെ കൊണ്ട് വിൽക്കും, വള മോഷ്ടിക്കും, സ്വന്തം വാപ്പയുടെ പോക്കറ്റിരുന്ന് പണം മോഷ്ടിക്കാൻ തയ്യാറാവും. കാരണം ഈ സാധനം വാങ്ങണം. നിങ്ങൾ കണ്ടില്ലേ സോഷ്യൽ മീഡിയയിലൂടെ MDMA ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾ സാധാരണക്കാരല്ല, വലിയ MBBS ബിരുദധാരികളായ ആളുകൾ പോലും അത് ഉപയോഗിക്കാൻ. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നിന്ന് മെഡിക്കൽ വിദ്യാർത്ഥികളെ പിടിച്ചു. MBBS കഴിഞ്ഞവരാണ്, ഹൗസ് സർജറി ചെയ്തുകൊണ്ടിരിക്കുന്നതാകുന്ന, ഡോക്ടറേറ്റ് നേടിയതാകുന്ന ഒരു വ്യക്തിയാണ്. പേര് മുസ്ലിമിൻ്റെതാണ്. ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് എൻ്റെ കൂട്ടുകാർ മുഴുവനും ഇത് അടിച്ചാണ്. 10-15 പേരിങ്ങനെ എണ്ണി പറയുന്നു. അതൊക്കെ നമ്മുടെ കൗമിൻ്റെ പേരാണ്, ഒക്കെ MBBS കഴിഞ്ഞതാണ്. ഇവരൊക്കെയാണ് നാളത്തെ ഡോക്ടർമാർ. ലഹരി കുടിച്ച് ക്യാൻസർ ബാധിച്ച ആളുകളെ ചികിത്സിക്കേണ്ട ആളുകൾക്ക് തന്നെ നേരത്തെ തന്നെ ലഹരിയാണ് എങ്കിൽ എങ്ങനെ ഈ ചികിത്സയുടെ ലോകം എത്തിച്ചേരും? അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. കോട്ടയം ജില്ലയിലെ മെഡിക്കൽ കോളേജിൽ ഒരു സേഫ്റ്റി പിൻ ഒരാൾ വിഴുങ്ങി. സേഫ്റ്റി പിൻ അറിയില്ലേ? ഈ സേഫ്റ്റി പിൻ ഒരാൾ വിഴുങ്ങിയിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. കാരണം എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ഈ സാധനം തുറന്നിരിക്കുകയാണ്. ഇതിനെ അവിടെ ഇവിടെ കുത്തിക്കൊള്ളണ്ട എന്ന് കരുതി അവർ പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്തെടുക്കാൻ. അവസാനം ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടും വേദന മാറുന്നില്ല, വേദന കൂടി. അവസാനം എന്തായി, വീണ്ടും കൊണ്ടുവന്ന് സ്കാൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അതിനുള്ളിൽ എന്തൊക്കെയോ സാധനം ഇരിപ്പുണ്ട്. ഇതെടുത്തിട്ടുണ്ട്. അവസാനം വയറ് കീറി നോക്കിയപ്പോൾ കണ്ടത് ഓപ്പറേഷൻ ചെയ്തതാകുന്ന ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഗ്ലൗസും സാധനവും മുസല്ല അടക്കം അതിനകത്ത് വെച്ചിരിക്കുക. അതിൻ്റെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തുന്നി കെട്ടി സേഫ്റ്റി പിൻ എടുത്തു കൊടുത്തു. കാരണം എന്താ, സാധനം അടിച്ചിട്ട് നിൽക്കുക, അല്ല കവട്ട അടിച്ചാൽ നിൽക്കുന്നത്. ഇതാണ് കോട്ടയം കോളേജ് മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. നാലേച്ചയ്ക്ക് സേഫ്റ്റി പിൻ എടുത്തു കൊടുത്ത്, എന്നിട്ട് എന്ത് ചെയ്ത്, ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി നിന്നതാകുന്ന ഡോക്ടറുടെ ഗ്ലൗസ് സാധനമൊക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തവക്കൽതു അലല്ലാഹ് അതിനകത്ത് വെച്ച്. ഇതാണ് കൗമ്. എന്നാലോചിച്ചു, സാധാരണ എന്താ, സാധനം അടിച്ചിട്ട് നിൽക്കാൻ. ഇവരുടെ മുന്നിലാണ് നാളെ നമ്മൾ പോയി കടന്നു കൊടുക്കേണ്ടത്. എന്നാലോചിച്ചു, പുതിയ തലമുറ എങ്ങോട്ടാണ്? മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളൊക്കെ ലഹരിക്കടിമപ്പെട്ടിരിക്കാൻ. ഞാനല്ല ഇത് പറയുന്നത്, കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പരസ്യമായിട്ടൊരു ഡോക്ടർ വന്നിട്ട് പറഞ്ഞതാണ്. മാത്രമല്ല, നിസാം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം പരസ്യമായി സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു, കോഴിക്കോട് ബീച്ചിലേക്ക് പോയി, എന്റെ കൂട്ടുകാരുടെ നിർബന്ധ നിമിത്തമായിട്ട് ബീച്ചിലെത്തി, എന്നെ 22 വർഷമായിട്ട് എന്നെ നിയന്ത്രിച്ചു കൊണ്ടുപോയ ഏകനായ ജഗന്യന്താവായ പരിപാലകനാകുന്ന പടച്ചറബിൽ നിന്ന് എന്റെ കൂട്ടുകാരന്റെ മനസ്സിനെ ഇളക്കി. കൂട്ടുകാരെ നിർബന്ധിച്ചു, ഒന്ന് ഉപയോഗിച്ച് നോക്കട, നല്ല ധൈര്യം കിട്ടും എന്ന് പറഞ്ഞ് MDMA-യുടെ തരികൾ എനിക്ക് തന്നു. ഞാനങ്ങനെ ഉപയോഗിച്ചു തുടങ്ങി. ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ അതിന് അഡിക്റ്റായി. അവസാനം ഇത് കിട്ടാതെ വന്നപ്പോൾ വയനാട്ടിലേക്ക് ഞാൻ പോയി. അവിടെയുള്ള ഒരാളെ കണ്ട് 10,000 രൂപ കൊടുത്തിട്ടാണ് ഈ സാധനം ഞാൻ കൈകലാക്കിയത്. ദിവസങ്ങൾ കഴിഞ്ഞില്ല, മാസങ്ങൾ കഴിഞ്ഞില്ല, ഞാൻ ഇതിന്റെ കാരിയറായി, ഇത് മറ്റുള്ളവർക്ക് കച്ചവടം ചെയ്യുന്ന ബിസിനസ്സുകാരനായി. എന്റെ വീട്ടുമുറ്റത്തേക്ക് BMW വാഹനത്തിലടക്കം ഈ നാട്ടിൽ വലിയതാകുന്ന പണച്ചാക്കുകൾ
വലിയ വലിയ MBBS ബിരുദധാരികൾ, വലിയതാകുന്ന ബിസിനസിന്റെ സമ്രാട്ടുക്കൾ, വലിയതാകുന്ന സഹോദരങ്ങൾ, ഭർത്താവ്, ഭാര്യ, സഹോദരൻ, സഹോദരി, ഉമ്മ, വാപ്പ, ഒരു വീട്ടിലെ കുടുംബങ്ങൾ മുഴുവനും രഹസ്യമായും പരസ്യമായും കൂട്ടമായും എൻ്റെ വീട്ടിൽ വന്നുകൊണ്ട് ഈ സാധനം 25,000 രൂപ വരെ വെച്ചുകൊണ്ട് വാങ്ങാൻ തുടങ്ങി. ആലോചിച്ചോ, 25,000 10,000 രൂപയ്ക്കൊക്കെ കച്ചവടം ചെയ്യാൻ ഒരു ചെറുപ്പക്കാരൻ കുറഞ്ഞ സമയത്തിനുള്ളിൽ പണക്കാരനാകാൻ പുതിയ തലമുറ കണ്ടെത്തുന്ന ഇത്തരത്തിലുള്ള മാന്ത്രിക ചപ്പടി വിദ്യകൾ നമ്മുടെ മക്കൾ നമ്മളിൽ നിന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം പ്രിയപ്പെട്ട രക്ഷിതാക്കൾ അറിയാതെ പോകരുത്. അതുകൊണ്ട് മക്കളെ അവരെ തിന്മകൾ പറഞ്ഞ് മനസ്സിലാക്കണം. അവരെ ഡി അഡിക്ഷൻ സെന്റർ വിടണം. എല്ലാ ജില്ലകളിലും ഉണ്ട്. കോഴിക്കോട് ജില്ലയിലുണ്ട്, തിരുവനന്തപുരം ജില്ലയിലുള്ളതുപോലെ എല്ലാ ജില്ലകളിലും ഡി അഡിക്ഷൻ സെന്ററുകളുണ്ട്. നിസാം എന്ന ചെറുപ്പക്കാരൻ പറയുന്നു, എന്നെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി ഞാൻ സ്വയമേ തന്നെ മാറാൻ തീരുമാനിച്ചു. എന്നെപ്പോലെ ഡി അഡിക്ഷൻ സെന്ററിൽ പോയ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് വീണ്ടും അതിനേക്കാൾ വലിയ ഗുരുതരമാകുന്ന ഉപയോഗം അവർ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. കാരണം അവരുടെ കൈകൾ വിറച്ചുകൊണ്ടിരിക്കാൻ ഈ സാധനം ചെല്ലാതെ കൈയുടെ വിറ നിൽക്കൂല. അപ്പം മനസ്സ് സ്വന്തമായി നിയന്ത്രിക്കണം. ആ ചെറുപ്പക്കാരൻ പറയുന്നു, ഇതിലേക്ക് ആളുകളെ കൊണ്ടുപോകുക ആദ്യം പറയുന്നത് നല്ല ധൈര്യമുണ്ടാവുമെന്നാണ്. നല്ല ധൈര്യമുണ്ടാകും, സ്ത്രീകളുമായിട്ടുള്ള ശാരീരിക ബന്ധത്തിൽ നല്ല ശക്തി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ ഇളക്കാൻ. അപ്പൊ ചെറുപ്പക്കാരെ, യുവാക്കളിൽ ഇത് വല്ലാതെ മാന്ത്രിക തലത്തിലേക്ക് ഇത് അവരെ അങ്ങോട്ട് മനസ്സല്ലാതെ മോഹിപ്പിച്ച് ഈ സാധനം വാങ്ങാൻ. പക്ഷെ ഇതങ്ങോട്ട് ഉപയോഗിച്ച് കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ധൈര്യം ചോരും. പിന്നീട് അവന്റെ മനസ്സിൽ എപ്പോഴും സങ്കടമാണ്, എപ്പോഴും ദുഃഖിച്ചിരിക്കും. ഇരുട്ടാണ് അവന്റെ ഇഷ്ടം, ഇരുണ്ട മുറികളാണ് താല്പര്യം, ഒറ്റയ്ക്കിരിക്കാൻ താല്പര്യമാണ്. അടച്ചിട്ട റൂമിലിരിക്കുന്നു, ഉമ്മ വന്ന് ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു, ഇറങ്ങുന്നില്ല. മണിക്കൂറുകൾ അതിനുള്ളിൽ ഗെയിമിങ്ങിലായി നിലകൊള്ളുന്ന എത്ര ചെറുപ്പക്കാരുണ്ട്. ശരീരമാസകലം മെലിഞ്ഞൊട്ടുകാൻ നല്ല ആരോഗ്യത്തോടു കൂടി നിലകൊണ്ട ചെറുപ്പക്കാരൻ കേവലം 20-25 കിലോയൊക്കെ 2-3 ദിവസങ്ങൾ കൊണ്ട്, മാസങ്ങൾ കൊണ്ട് കുറയാൻ, വർഷങ്ങൾ കൊണ്ട് മെലിഞ്ഞുണങ്ങാൻ. എൻ്റെ മകൻ നല്ല പഥ്യമാണെന്നല്ല നിങ്ങൾ കരുതേണ്ടത്, അവൻ കഞ്ചാവിന് അഡിക്റ്റാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. നിങ്ങളുടെ മകൻ മെലിഞ്ഞുണങ്ങുന്നു എന്നെങ്കിൽ അവനെ നല്ലതുപോലെ ജാഗ്രതയോടുകൂടി കാണണം. പലരും നമ്മുടെ മക്കൾ അത്തരത്തിൽ ശോഷിച്ചു വരുന്നുണ്ട്. അവനെപ്പോഴും ഒറ്റയ്ക്കിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അവരെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. 10 പേര് കൂടുന്ന ഒരു സദസ്സിൽ അവൻ ഇരിക്കൂല. പ്രത്യേകിച്ച് ഉസ്താദുമാരുടെ ഉമറാക്കളുടെ മജ്‌ലിസിൽ അവൻ ഇരിക്കൂല. ഒരു റാത്തീബിന്റെ മജ്‌ലിസിൽ, ഒരു മൗലിദിന്റെ സദസ്സിൽ പൂർണ്ണമായി അവൻ പങ്കെടുക്കില്ല. ഒരാളുടെ മുന്നിൽ 10 മിനിറ്റ് മുഖത്തോട് മുഖം ചേർത്ത് വെച്ച് നേർക്ക് നേരെ നോക്കി അവൻ സംസാരിക്കില്ല. മുഖം താഴ്ത്തി വെക്കും. കൂടുതൽ വർത്തമാനമില്ല. ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടമാണ്. റൂമിനുള്ളിലേക്ക് പോയിരിക്കാൻ, എപ്പോഴും അവൻ എന്തെങ്കിലും ഒരുക്കെ കണ്ടുകൊണ്ട് വിഷാദ രോഗത്തിൽ നിലകൊള്ളാൻ. കുറച്ചും കൂടെ കഴിയുമ്പോൾ ദേഷ്യ സ്വഭാവമായി മാറും. പിന്നീട് കാണുന്നതൊക്കെ എപ്പോഴും ദേഷ്യം, തൊട്ടതിനും പിടിച്ചതിനും ദേഷ്യം. ഉമ്മയോട് ദേഷ്യം, വാപ്പയോട് ദേഷ്യം. ഉമ്മ ഉപദേശിക്കുന്ന ദേഷ്യം, വാപ്പ ഉപദേശിക്കുന്ന ദേഷ്യം. നന്മ കൊണ്ടുള്ള കൽപ്പന വിദ്വേഷം, തിന്മ കൊണ്ടുള്ളതാകുന്ന വിരോധനം ഒരു വിദ്വേഷം. അപ്പോൾ ആളെ കൊള്ളാൻ തുനിയും. അതാണ് ഇവിടെ നടക്കുന്നത്. ഈ അടുത്ത് നടന്നതും അത് തന്നെയാണ്. സ്വന്തം ഉമ്മയെ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്നതാകുന്ന ചിത്രം, നല്ല മനോഹരമാകുന്ന പുഞ്ചിരിക്കുന്ന വദനത്തോടുകൂടിയുള്ള ചിത്രം നമ്മളൊക്കെ കണ്ടു. അതേ കുട്ടി തന്നെ ആ ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി എന്ന് കേട്ടപ്പോൾ നമ്മളൊക്കെ വല്ലാതെ ദുഃഖിച്ചു പോയി. അള്ളാഹു ആ ഉമ്മയുടെ ദറജ ഉയർത്തുമാറാവട്ടെ. ആ സഹോദരനും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. കാരണം കള്ളിൻ്റെതാകുന്ന തലത്തിൽ മനുഷ്യൻ ചെയ്തു വെക്കുന്ന നീചവൃത്യങ്ങളാണ്. നബി തങ്ങൾ പറഞ്ഞു, മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട്, ഔസാനി ഖലീലി, ബഹുമാന അബൂദർദാ റളിയല്ലാഹു അൻഹു പറയാൻ, എൻ്റെ സുഹൃത്ത്, എൻ്റെ ചങ്ങാതി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് വസിയത്ത് ചെയ്തു. എന്നോട് പറഞ്ഞു, ലാ തശ്റബന്നൽ ഖംറ, മോനെ നീ കള്ളു കുടിക്കരുത്. ഫൈനഹാ മിഫ്താഹു കുല്ലി ശർരിൻ, എല്ലാ തിന്മകളുടെയും താക്കോലാണതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ തിന്മകളിലേക്കും എത്തിക്കും. മലപ്പുറം ജില്ലയിൽ ഈ അടുത്ത് ഒരു 1.5 മാസം മുമ്പ് ഒരു ഉമ്മ, ആ നാട്ടിലേതാകുന്ന ഒരു സ്ത്രീ വ്ളോഗറെ മുൻനിർത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞത് പലപ്പോഴും ചെറുപ്പക്കാർ കണ്ടിട്ടുണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. ആ ഉമ്മ പറഞ്ഞത്, 22 വയസ്സുള്ള തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ MDMAക്ക് അടിമപ്പെട്ടതാകുന്ന മകൻ രാത്രിയിൽ എന്നെ സ്വബോധത്തോടുകൂടിയല്ല, കള്ളു കുടിച്ചതിൻ്റെതാകുന്ന അവസ്ഥയിൽ ലക്കും ലഗാനുമില്ലാതെ ഉമ്മയാകുന്ന എന്നെ ലൈംഗിക ചുവയോടുകൂടി നോക്കുകയും എന്നെ കയറി പിടിക്കാൻ തുനിയുകയും ചെയ്തു എന്ന് ഒരു ഉമ്മ ലോകത്തോട് സാക്ഷ്യപ്പെടുത്താൻ. ആ മകൻ ഇപ്പോൾ ഞാൻ പോലീസിൽ പരാതി പറഞ്ഞതിൻ്റെ പേരിൽ വീട് വിട്ടിറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ അതേ ഉമ്മ തന്നെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അൽഹംദുലില്ലാ സ്തുതി പാടിക്കൊണ്ട്, നിങ്ങളുടെയൊക്കെ ദുആഇന്റെ ബറക്കത്തുകൊണ്ട് എൻ്റെ മകൻ തിരിച്ചു വന്നിട്ടുണ്ട് നല്ല നിലയിലെന്ന് ആ ഉമ്മ പറയുകയും ചെയ്തു. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അപ്പൊ നമ്മൾ നന്നാവാൻ സാധിക്കും. 22 വയസ്സുള്ള ഒരു മകൻ സ്വന്തം മാതാവിനെ കയറി പിടിക്കാൻ ലൈംഗിക ചവയോടുകൂടി. ഏത് കാലഘട്ടമാണിത്? ഇത് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന ഏതെങ്കിലും ഒരു കഥയല്ല ഈ പറയുന്നത്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് അങ്ങാടിയിലുമൊക്കെ യഥേഷ്ടം വിറ്റഴിക്കപ്പെടുന്നതാകുന്ന മാരകമാകുന്ന ഡ്രസ്സുകളുടെ ഉപയോഗത്തോടുകൂടി നമ്മുടെ മക്കൾ എത്തിപ്പെടുന്നതാകുന്ന തലത്തെക്കുറിച്ച് വിശദീകരിക്കുകയാണ് ഞാനിവിടെ. അതുകൊണ്ട് വളരെയേറെ ജാഗ്രതയോടുകൂടി ഇനി മുന്നോട്ട് പോകണം.
ഇതിൻ്റെ ഒരു തലം എന്ന് പറയുന്നത് സമ്പത്തിൻ്റെ ആധിക്യമാണ്. ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് രണ്ടും ചൂണ്ടിക്കൊണ്ട് ഖുർആൻ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. സമ്പത്തിൻ്റെ ആധിക്യം, നിങ്ങളുടെ സന്താനങ്ങളുടേതാകുന്ന ഈ ഒരു പോക്കും, ഫിത്നത്തുൻ, ഇത് നാശത്തിലേക്കാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാണ്. ഇത് രണ്ടും പ്രശ്നം തന്നെയാണ്. സമ്പത്ത് കൂടുമ്പോൾ അള്ളാഹുവിനെ മറക്കും, പള്ളിക്ക് കൊടുക്കൂല, മദ്രസയ്ക്കില്ല, ദീനി സഹായത്തിനില്ല, വാദിന്റെ മദ്രസിലില്ല, എല്ലാത്തിനൊന്നും പുറകോട്ട്. പിന്നെ ഉറക്കാൻ തോന്നുമ്പോഴുള്ള നിസ്കാരം, തോന്നുമ്പോഴുള്ളതാകുന്ന ഇബാദത്ത്, തോന്നുമ്പോൾ മനസ്സിനിങ്ങനെ തോന്നുകയാണ് ഒന്ന് ഹജ്ജ് ചെയ്ത് കളയാ, അപ്പൊ അങ്ങ് പോവാ. മനസ്സിനിങ്ങനെ തോന്നുന്നു ഒരു ഉംറ ചെയ്ത് കളയാ, പോവാ. കാശിഷ്ടം പോലെ ഇരിക്കാൻ, ഒരാളെ സഹായിക്കുന്നില്ല, ദീനൊരു സഹായവുമില്ല, പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പുന്നില്ല, നിരാലംബർക്ക് അവലംബമാകുന്നില്ല, സ്വന്തം സഹോദരങ്ങൾ സാമ്പത്തികമായി ഞെരുക്കത്തിൽ അമരുകയാണ്, കടക്കണിയിൽ കുടുങ്ങി ജീവിക്കാൻ, ദാമ്പത്യ ജീവിതം വല്ലാതെ പ്രയാസപ്പെടാൻ, അവരെ ഒന്ന് സഹായിക്കാൻ ഇവന്റെ സമ്പത്ത് കൊണ്ട് കഴിയും. പക്ഷെ അവൻ തുനിയൂല, അവന്റെ സമ്പത്ത് അവന് മാത്രമുള്ളതാണ് എന്ന ചിന്താധാരയിൽ അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ആളുകൾ ഇന്ന് സമൂഹത്തിൽ ധാരാളമുണ്ട്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, فوالله ما الفقر أخشى عليكم ولكن أخشى عليكم أن تبسط الدنيا. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറബിനെ തന്നെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൽ ഫഖറ അഖ്ശാ അലൈക്കും സ്വഹാബാ, സ്വഹാബാ, നിങ്ങളുടെ മേൽ ദാരിദ്ര്യത്തെ ഈ മുഹമ്മദ് ഭയക്കുന്നില്ല. വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബസത ദുനിയാ, ഈ ദുനിയാവ് നിങ്ങളുടെ മേൽ വിശാലമാകലാണ്, ഈ ദുനിയാവ് നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങലാണ്. എനിക്ക് ഏറ്റവും വലിയ ദുഃഖമെന്ന് നബിയുനാ റസൂലുള്ളാഹി, ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നത് ദുനിയാവ് നിങ്ങൾക്ക് കൂടുതലായി കിട്ടുന്നതിനെയാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഫതനാഫസുഹാ കമാ തനാഫസുഹാ, മുൻഗാമികളാകുന്ന ആളുകൾ ദുനിയാവിന്റെ മേൽ മത്സരിച്ചതുപോലെ നിങ്ങൾക്ക് എത്ര ദുനിയാവ് കിട്ടിയാലും, അമ്പരചുംബികളായ മണിമേടകൾ വെച്ച് ഉല്ലസിച്ചാലും, മാളിക സൗധങ്ങൾ പാർത്താലും, വലിയ വലിയ ഏക്കർ കണക്കിന് ഭൂസ്വത്തുകൾക്ക് അടിമപ്പെട്ടവനായിരുന്നാലും, ഒരുപാട് സ്വർണവും അവന്റെ കൈകളിൽ ഉണ്ടായിരുന്നാലും, മനസ്സിനകത്തലങ്ങൾ ചിന്ത ദുനിയാവ് വാരി പുണരലാണ്, ദുനിയാവ് വാരി കിട്ടലാണ്. ഫതനാഫസുഹാ കമാ തനാഫസുഹാ, ദുനിയാവിന് വേണ്ടി മുൻഗാമികൾ മത്സരിച്ചതുപോലെ നിങ്ങളും ദുനിയാവിന് വേണ്ടി മത്സരിക്കുമേ സാബ. അതുകൊണ്ട് ഫതുഹ്ലികകും കമാ തഹ്ലകതും, മുൻഗാമികൾ നശിച്ചതുപോലെ നിങ്ങളും നശിക്കാൻ ഹേതുവാകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ദുനിയാവിന്റെ പിറകെയുള്ള ഓട്ടം വേണ്ട, വേണ്ട. അല്ലാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് കൂടണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന വ ഫിത്നതു ഉമ്മതി അൽ മാൽ. എല്ലാ സമുദായത്തിനും നാശമുണ്ട് സാബ, എല്ലാ സമുദായത്തിനും നശീകരണമുണ്ട് സാബ. എന്റെ സമുദായത്തിന്റെ നാശം അത് സമ്പത്താണ്, സമ്പത്താണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന വ ഫിത്നതു ഉമ്മതി അൽ മാൽ. എല്ലാ സമുദായത്തിനും നാശമുണ്ട്, എൻ്റെ ഉമ്മത്തിന്റെ നാശം സമ്പത്ത് അധികരിക്കല. ഹബീബായ റസൂലുള്ളാഹി. നമ്മുടെ അവസ്ഥ എന്താ? അത് തന്നെ. സമ്പത്ത് കൂടിയപ്പോൾ പടച്ചറബിനെ മറക്കാണ്, കള്ളു കുടിച്ച് ലഹരി നുണഞ്ഞ് നടക്കാൻ. من شرب الخمر ينزع منه الإيمان كما ينزع قميصه من رأسه. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കള്ളു കുടിക്കുന്നവരെ, ലഹരി നുണയുന്ന ചെറുപ്പക്കാരെ, ക്രിസ്മസിനും ന്യൂ ഇയറിന്റെ ആഘോഷങ്ങൾക്ക് പേരിൽ എത്രയോ ചെറുപ്പക്കാരികളാണ് കോളേജിൽ പഠിക്കുന്ന കൂട്ടുകാരികളും ഒന്നിച്ചുകൊണ്ട് കള്ളു കുടിക്കുന്ന രംഗങ്ങൾ റീൽസ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത്, ഇൻസ്റ്റഗ്രാമിലൂടെ ലോകരെ പഠിപ്പിക്കുന്നത്. കൊടുവള്ളി ുള്ള എത്രയോ മംഗമാരുണ്ട്, സഹോദരിമാരുണ്ട്. ആഖിറത്തെ കരഗതമാക്കാൻ പറ്റുമോ മുസ്ലിമേ? ആഖിറത്തെ നിനക്ക് രക്ഷയുടെ കവചമായി കൊണ്ടുവരാൻ പറ്റുമോ മുഅ്മിനത്തേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കള്ളു കുടിക്കുന്നവരെ ഈ മാനവന്റെ ശരീരത്തിൽ അവശേഷിക്കുകയില്ല, പരിപൂർണമായി ഒഴിവാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഈ ലഹരി നുണയുന്നവരെ നമ്മൾ ഒറ്റയടിക്ക് മാറ്റാൻ പറ്റൂല.
അവരെ ഈ പറഞ്ഞതുപോലെ ഉപദേശിക്കുക, നിർദ്ദേശം കൊടുക്കുക, ഡി-അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോവുക. നിർബന്ധമായി ചെല്ലണം, എല്ലാ ജില്ലകളിലുമുണ്ട്. കൃത്യമായി അത് ചോദിച്ച് അന്വേഷിച്ച് കണ്ടെത്തി നമ്മൾ കൊണ്ടുപോകണം. എല്ലാ കുടുംബങ്ങളിലുമുണ്ട് ലഹരിയുടെ ഉപയോഗം. മക്കളെ മാറ്റി നിർത്താൻ പാടില്ല, അരികുവൽക്കരിക്കാൻ പാടില്ല, അവരെ ചേർത്ത് നിർത്തണം. നമ്മൾ തെറ്റുകുറ്റങ്ങൾ ചെയ്യാത്തവരാരുമില്ല. തെറ്റുകൾ ചെയ്യുമ്പോൾ അവനെ പരിപൂർണമായി പാടെ ഒഴിവാക്കല്ല ചെയ്യേണ്ടത്. മോനെ അത് ചെയ്യരുത്, ഇത് തിന്മയാണെന്ന് പറഞ്ഞ് നമ്മുടെ മക്കളാണ്, നമ്മുടെ രക്തമാണ്, അവരെ നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കണം. തോമസ് ആൽവാ എഡിസൺ ലോകമറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനാണ്. നമുക്കറിയാം, അദ്ദേഹം ചെറുപ്പത്തിൽ ഒരു വലിയ പനി ബാധിച്ചു. അദ്ദേഹത്തിൻ്റെ സംസാരം നഷ്ടപ്പെട്ടു പോയി, സംസാരവയവും നഷ്ടപ്പെട്ടു പോയി. സ്കൂളിലേക്ക് വിട്ടതാകുന്ന മാതാവിനോട് സ്കൂളിൻ്റെതാകുന്ന അധികൃതർ ഒരു കത്ത് മകൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് അമ്മയുടെ കൈവശം കൊടുക്കണം. വീട്ടിലെത്തിയ മകൻ അമ്മയുടെ കൈവശം കത്ത് കൊടുത്തു. കത്ത് വായിച്ച് അമ്മ വല്ലാതെ സങ്കടപ്പെട്ടു. പക്ഷേ കത്തിൻ്റെ ഉള്ളടക്കം മറച്ചു വെച്ച് അമ്മ ഉറക്കെ വായിച്ചു, നിങ്ങളുടെ മകൻ വലിയ പ്രതിഭാശാലിയും ബുദ്ധിമാനുമാണ്. ഇത്രയും പ്രതിഭാശാലിയും ബുദ്ധിമാനുമാകുന്ന മകനെ പഠിപ്പിക്കാൻ ഈ സ്ഥാപനത്തിലെ അധ്യാപകർക്ക് കഴിയില്ല, അത്ര പ്രാപ്തരുള്ള അധ്യാപകരില്ല. അതുകൊണ്ട് ഇവനെ മറ്റേതെങ്കിലും സ്കൂളിൽ വിട്ടുകൊണ്ട് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം എന്നാണ് ആ കത്തിൻ്റെ രത്നച്ചുരുക്കമെന്ന് അമ്മ വായിച്ചു കേൾപ്പിച്ചു. കുട്ടി സന്തോഷിച്ചു. ആ കുട്ടിക്കൊരു പോസിറ്റീവ് സ്ട്രോക്ക് കൊടുത്ത് വളരെ സന്തോഷത്തോടുകൂടി കുട്ടിയെ അമ്മ വളർത്തി, നല്ല വിദ്യാഭ്യാസം കൊടുത്തു, നല്ലതുപോലെ അമ്മ തന്നെ പഠിപ്പിച്ചു. ലോകമറിയപ്പെട്ടതാകുന്ന സമുന്നതനായ ശാസ്ത്രജ്ഞനായ കുട്ടി മാറി. അവസാനം അമ്മ മരിച്ചു. അമ്മ മരിച്ചതിൻ്റെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം എന്തോ ഒരു സർട്ടിഫിക്കറ്റ് പരതുമ്പോൾ അമ്മയുടെ ഈ പഴയ ലെറ്റർ അദ്ദേഹത്തിൻ്റെ കൈവശം കിട്ടുകയാണ്. എവിടെയോ ഒരു പുസ്തകത്താളിൻ്റെ ഇടയിൽ അതിരിക്കുന്നു, വളരെ സൂക്ഷ്മതയോടുകൂടി എടുത്തു വച്ചിരിക്കുന്നു. അത് പൊട്ടിച്ച് വായിച്ചപ്പോൾ തോമസ് ആൽവാ എഡിസൺ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു വന്നാണ്. കാരണം അതിൻ്റെ കത്തിൻ്റെ ഉള്ളടക്കം ഇതായിരുന്നു, നിങ്ങളുടെ പ്രിയപ്പെട്ട മകൻ തോമസ് ആൽവാ എഡിസൺ എന്ന് പറയുന്ന കുട്ടി, അവൻ ഏറ്റവും ബുദ്ധിമാന്ദ്യമുള്ള കുട്ടിയാണ്. ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ ഒരിക്കലും അവനെ പഠിപ്പിക്കാൻ പറ്റൂല, അത്രയേറെ വൃത്തികെട്ടവനാണ്. അവനെ നിങ്ങൾ മറ്റേതെങ്കിലും ഒരു സ്ഥാപനത്തിൽ വിട്ടുകൊള്ളുക, ഇവിടെ ഇനി വിടേണ്ടതില്ല എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. പക്ഷേ ആ കത്തങ്ങനെ വായിച്ചിട്ട് അവിടെ ഇരുന്ന് ലോകമറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനാകുന്ന തോമസ് ആൽവാ എഡിസൺ ആ കത്തിൻ്റെ താഴ്ഭാഗത്ത് പേന കൊണ്ട് അദ്ദേഹം തെല്ല അഹങ്കാരത്തോടുകൂടി കുറിച്ചു വെച്ചു അത്രേ. ആ ബുദ്ധികെട്ടതാകുന്ന വിവേകമില്ലാത്തതാകുന്ന മകൻ പിന്നീട് ആ അമ്മ വിദ്യ നുകർന്ന് ലോകമറിയപ്പെടുന്നതാകുന്ന സമുന്നതമായ തലത്തിലേക്ക് എത്തിച്ചു. അവൻ്റെ പേര് ഇന്ന് ശാസ്ത്രലോകത്ത് അറിയപ്പെടുന്ന പേരായി മാറി. തോമസ് ആൽവാ എഡിസൺ എന്ന് പേരെഴുതി ഒപ്പുവെച്ചു. സഹോദരങ്ങളെ, ഇതാണ് ചരിത്രം. അതുകൊണ്ട് മക്കളെ ചേർത്ത് നിർത്താണ് വേണ്ടത്. സ്ഥാപനത്തിലെ അധ്യാപകരും നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ എത്ര ചീത്ത പറഞ്ഞാലും ആ മക്കളെ നമ്മൾ കൂടി മാറി ഇന്ന് ചീത്ത പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, മക്കൾ ഇറങ്ങി നിൽക്കും. ഇന്ന് ലോകം അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഗുണ്ടകളായി, ഏറ്റവും വലിയ തെമ്മാടികളായി, വാപ്പയും ഉമ്മയും പറഞ്ഞാൽ അനുസരിക്കാത്തതാകുന്ന മക്കളായി അധിക മക്കൾ മാറുന്നത് എപ്പോഴാണ്? ചെറിയ പ്രശ്നങ്ങൾക്ക് വലിയ മടലെടുത്ത് വെട്ടുകയാണ്. എന്നിട്ട് വാപ്പ അടിക്കോടടിയൻ റോഡിലിറങ്ങി അവനെ ചീത്ത വിളിക്കുന്നു. നാട്ടുകാർ മുഴുവൻ കേൾക്ക വലിയ ചീത്ത വിളി. നമ്മുടെ പകലുള്ള ജോലിയുടെ എല്ലാ സ്ട്രെസ്സുകളും തീർക്കേണ്ട ഒരു തലമല്ല ഭാര്യ. നമ്മൾക്ക് പല വിഷമങ്ങളും ഉണ്ടാകും, ജോലി സ്ഥലത്ത് പല വിഷയങ്ങളുണ്ടായിട്ടുണ്ടാകും, യജമാനൻ നമ്മളോട് കോപിച്ചിട്ടുണ്ടാകും. ആ മുതലാളി നമ്മളോട് കോപിച്ച എല്ലാ ദേഷ്യവും മുതലാളിയോട് പറയേണ്ട പല വാക്കുകളും മനസ്സിൻ്റെ അകത്തലങ്ങളിൽ പല ഉരുവ് പറഞ്ഞ് അത് പഠിച്ച് അവസാനം അത് മുഴുവൻ തീർക്കുന്ന ഒരു തലമായി ഭാര്യയും മക്കളെയും ഇന്നത്തെ പുതിയതാകുന്ന ഭർത്താക്കന്മാരും രക്ഷിതാക്കളും മാറിയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതുകൊണ്ട് എന്തായി, ഈ ഭാര്യയ്ക്കും ഈ പ്രിയപ്പെട്ടതാകുന്ന മക്കൾക്കുമൊക്കെ നമ്മൾ പ്രിയപ്പെട്ടതല്ല ഇത് മാറി. ഈ അടുത്ത് കണ്ടില്ല ഒരു ഇമാം, അദ്ദേഹം സ്വന്തം ഭാര്യയെ ഫോണിൽ വിളിച്ചിട്ട് തലാക്ക് ചെല്ലുന്ന മുത്തലാഖിൻ്റെ ഒരു വിവാദം ഇന്ന് കേരളത്തിൽ കോലിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ ദേഷ്യം, ഒരു സെക്കൻഡ് കൊണ്ടുണ്ടാകുന്ന മനുഷ്യൻ്റെ ദേഷ്യം, അത് പിടിച്ചു നിർത്താൻ അവരുടെ പ്രശ്നങ്ങൾ ഒരുപക്ഷെ വലുതായിരിക്കാം, അവരുടെ ഭാഗങ്ങൾ നമ്മൾ രണ്ട് ഭാഗവും കേട്ടവരല്ല, എങ്കിൽ പോലും ഞാൻ പറയാൻ ദേഷ്യം ഏറ്റവും വലിയ വിഷയമാണ്. ദേഷ്യമെന്ന് പറയുന്നത് നമ്മൾ പിടിച്ചമർത്താൻ സാധിക്കണം. യഥാർത്ഥ ധൈര്യശാലി പോരാളി എന്ന് പറയുന്നത് നിങ്ങളുടേതാകുന്ന രണഭൂമിയിൽ മറ്റൊരുത്തനെ അടിച്ചമർത്തുന്നവനല്ല, മറിച്ച് ദേഷ്യം വരുമ്പോൾ കടിച്ചമർത്തുന്നവനാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദേഷ്യത്തെ നമ്മൾ പിടിച്ചു നിർത്താൻ സാധിക്കണം. ദേഷ്യവും ധൃതിയുമൊക്കെ പിശാചിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്. അത് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അത് ലഹരിയുടേതാകുന്ന ജീവിതത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ്. ലഹരിയിലൂടെ മനുഷ്യനെ ദേഷ്യത്തിലേക്ക് എത്തിക്കും.
ഉമ്മയെ ഉമ്മതല്ലാതാക്കി തീർക്കും. ജന്മം നൽകിയ മാതാവിനെ ജന്മം നൽകിയതിൻ്റെ പേരിൽ അറുകുല നടത്തുന്ന പുതിയ യുവാക്കളുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ വസിക്കുന്നത്. അതവൻ്റെ ലഹരിയെ കൊണ്ടുപോയി എത്തിച്ചതാണ്. ഖുർആൻ അങ്ങനെയാണ് പറഞ്ഞത്. ഈ ലഹരി നുണയുന്നതിലൂടെ മക്കളുടെ ഹൃദയത്തിൽ വിദ്വേഷവും വെറുപ്പും ഉണ്ടായിത്തീരും. ആ തരത്തിലേക്ക് അവൻ്റെ മനസ്സ് പാകപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ നന്നാകാൻ വേണ്ടി പരിശ്രമിക്കുക. നമ്മുടെ മക്കളെ നന്നാക്കി കൊണ്ടുവരിക, നിസ്കാരമുള്ളവരാക്കി തീർക്കുക. 5 വഖത്ത് കൃത്യമായി ജമാഅത്ത് ശീലിക്കുന്നതിലൂടെ തീർച്ചയായും നമ്മളും നമ്മുടെ മക്കളും സന്താന പരമ്പരകളും ഈമാനുള്ളവരായി തീരും. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. നമ്മുടെ മഹല്ലത്തുകളിലും നമ്മുടെ സമൂഹങ്ങളിലും നമ്മുടെ സമുദായങ്ങളിലും ഇസ്സത്ത് അള്ളാഹു നിലനിർത്തി നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല സ്വാലിഹീങ്ങളാകുന്ന സന്താനങ്ങളെ പരമ്പരകൾ അള്ളാഹു നമുക്ക് സമ്മാനിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടേതാകുന്ന ഉമർ അലി ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിൻ്റെ പ്രവർത്തകർ കഴിഞ്ഞ വർഷം വന്ന് നടത്തിയതിൽ നിന്ന് അൽഹംദുലില്ലാ 7 സെന്റ് ഭൂമിയോളം വാങ്ങിച്ചു. അവിടെ നമുക്കൊരു മനോഹരമായൊരു ബിൽഡിംഗ് പണിയണം. ആ ആശയമാണ് ഇൻഷാ അല്ലാഹ് ഈ വർഷം നമുക്കുള്ളത്. വലിയ നല്ലൊരു ആശയമാണ്. എന്തിനു വേണ്ടിയിട്ടാൻ വർഷങ്ങളായി നമ്മൾ സഹായിച്ചു കൊണ്ടിരിക്കുന്നതായ സാധുക്കളായ ആളുകൾ അവരവിടെ കൊണ്ടുവന്ന് പുനരുദ്ധരിപ്പിച്ച് നല്ല റാഹത്തായ നിലയിൽ നല്ല ഒരു ശുശ്രൂഷ നൽകി അവരെയൊക്കെ ആദരവും ബഹുമാനവും കൊടുക്കണം എന്നുള്ള നിയ്യത്തിലാണ്. അള്ളാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. അതിനുവേണ്ടി ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ ആരാണ് നല്ല നിയ്യത്തിൽ പറയുക അള്ളാഹു കബൂലാക്കട്ടെ. 50,000 രൂപ പറയാൻ പറ്റുന്നവർ മുതൽ ഇൻഷാ അല്ലാഹ് നല്ല നിയ്യത്തിൽ പറയുക അള്ളാഹു കബൂലാക്കട്ടെ. കൊണ്ട് ഈ മജ്‌ലിസിലുണ്ട് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ നൽകിയതാകുന്ന സംഭാവനകൾ കൊണ്ടാണ് ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ പുണ്യപ്രവർത്തനങ്ങളും. പ്രത്യേകിച്ച് റിലീഫ് സെല്ലിൻ്റെ പ്രവർത്തകരോട് നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹബന്ധം എക്കാലഘട്ടത്തിലും ശ്ലാഘനീയമാണ്. അള്ളാഹു ഇത് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു അതിലൂടെ വിജയം പ്രാപിക്കാൻ തൗഫീഖ് നസീബാക്കട്ടെ. ഉമർ അലി ശിഹാബ് തങ്ങളെ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ വഫാത്ത് കഴിഞ്ഞ് വീട്ടുമുറ്റത്ത് 10 ദിവസങ്ങൾക്കുള്ളിൽ ഒരു വലിയതാകുന്ന കുടുംബം വന്നിരുന്ന് കരഞ്ഞു എന്നാണ് ചരിത്രം. ചോദിക്കുമ്പോൾ പറഞ്ഞത് ആ 10 വീടുകളിലും അമുസ്ലിം കുടുംബങ്ങളാകുന്ന കുടുംബങ്ങളിൽ ആരോരും അറിയാതെ രഹസ്യമായി മറ്റൊരാളുടെ കൈവശം പണം കൊടുത്ത് ആ വീടുകളെ മുഴുവനും അന്നം കൊടുത്തിരുന്ന വ്യക്തിയായിരുന്നു മർഹൂം ഉമർ അലി ശിഹാബ് തങ്ങൾ. ഒരാളും അറിഞ്ഞിരുന്നില്ല. സാദിഖ് അലി ശിഹാബ് തങ്ങളോ മറ്റുള്ളതാകുന്ന സഹോദരങ്ങളോ ബന്ധുക്കളോ ഒരാൾ പോലും അറിയാതെ രഹസ്യമായി പരമരഹസ്യമായി ചെയ്തിരുന്ന, അല്ലാഹുമാല്ലാതെ മറ്റൊരു വ്യക്തിയും അറിയരുത് എന്നുള്ള വളരെ തികഞ്ഞതാകുന്ന യാഥാർത്ഥ്യത്തോടുകൂടി ചെയ്തിരുന്ന രഹസ്യമായിരുന്ന ഇബാദത്തായിരുന്നു. 10 കുടുംബങ്ങളിൽ എല്ലാ മാസങ്ങളും കൃത്യമായി അവർക്ക് വേണ്ടുന്ന വിഭവങ്ങളടങ്ങിയ കിറ്റുകൾ അദ്ദേഹം കൊടുത്തിരുന്നു. സഹോദരങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, എത്ര വർഷമായി നമ്മൾ ജീവിക്കുന്നു? 30, 40, 50, 60, 70 വയസ്സുള്ളവർ എൻ്റെ മുന്നിലില്ലേ? നമ്മൾ റമദാനിൽ കൊടുക്കുന്നതാകുന്ന ഒരു റമദാൻ കിറ്റൊഴിച്ച് ജീവിതത്തിൽ ഇന്ന് വരെ ഏതെങ്കിലും ഒരു കുടുംബത്തിന് താങ്ങായി തണലായി വർത്തിക്കാൻ നമ്മുടെ സമ്പത്ത് കൊണ്ട് ഇന്ന് വരെ സാധിച്ചിട്ടുണ്ടോ? മാസത്തിൽ ഒരു 2000-ൻ്റെ വേണ്ട ഒരു 1000-ൻ്റെ ഒരു കിറ്റ് ഈ നാട്ടിലുള്ള എത്രയോ പട്ടിണി പാവങ്ങൾ വിഷമത്തിൽ കഴിയുന്ന ആളുകളുണ്ട്, ദാരിദ്ര്യത്തിൽ അമർന്ന് ജീവിക്കുന്നവരുണ്ട്. എന്തേ നമുക്ക് കൊടുത്തുകൂടായിരുന്നോ? നമ്മുടെ സമ്പത്തിൻ്റെ ഒരു ഭാഗം നമുക്ക് തിരിച്ചറിയുന്നതാകുന്ന ആളുടെ കൈവശം നമുക്ക് കൊടുക്കാൻ സാധിച്ചിരുന്നു. പക്ഷേ അതൊന്നും കൊടുക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല. ഒരാളുടെയും പ്രലോഭനങ്ങളൊന്നും വേണ്ട, ആരും നമ്മളോടൊന്നും പറയണ്ട. നല്ല നിയ്യത്ത് വെച്ച് നമ്മൾ ചിന്തിക്കുന്നു. ഇത്രയും കാലം നമ്മൾ ജീവിച്ചു ദീനിന് വേണ്ടി. ഇൻഷാ അല്ലാഹ് എന്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്? എനിക്ക് നാളെ സ്വർഗം പുൽകാൻ എന്താണ് കാരണം? ഞാൻ എന്താ എൻ്റെ ജീവിതത്തിൽ ബാക്കി വെച്ചിട്ടുള്ളത്? മരിക്കാനായല്ലോ. താടി രോമങ്ങളും തലയിലെ രോമകൂപങ്ങളും ഒക്കെ നരബാധിച്ചു. അതുകൊണ്ടാണല്ലോ ഉമർ റളിയല്ലാഹു അൻഹു ഒരാളെ എല്ലാ ദിവസവും തന്നോട് നസീഹത്ത് നടത്താൻ വേണ്ടി നിർദ്ദേശിച്ച് പൈസ കൊടുത്ത ആളെ നിർത്തിയിരിക്കാൻ. ഡെയിലി വന്നിട്ട് നീ പറയണം, ഉമറേ നീ മരിക്കേണ്ടവരാ. ഒരു ദിവസം അദ്ദേഹം വന്ന് പറയാമെന്നപ്പോൾ തന്നെ പൈസ കൊടുത്തു. പറഞ്ഞു ഇനി ഉപദേശം വേണ്ട. എന്തേ? പറഞ്ഞു എൻ്റെ താടി രോമങ്ങളിൽ 2 എണ്ണം നരച്ചിട്ടുണ്ട്, അത് മതി, എനിക്ക് ഇനി അങ്ങോട്ട് മരണത്തെക്കുറിച്ച് ചിന്തിക്കാനെന്ന് സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇന്ന് താടി രോമങ്ങളും തലയിലെ രോമകൂപങ്ങളും നരബാധിച്ചിട്ടുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യുന്നവർ. സയ്യിദുനാ റസൂലുള്ളാഹി 3 വിഭാഗം ആളുകൾ ഒരിക്കലും സ്വർഗത്തിൽ കടക്കില്ല, അവർ നരകത്തിൽ ഉറപ്പാണ്. നബി തങ്ങൾ പറഞ്ഞു, 1 കള്ളു കുടിച്ച് മിനിങ്ങി നടക്കുന്നവൻ, 2 മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചവൻ, 3-മത്തത് അദ്ദയൂസു അല്ലദീ യുഖിറു ഫീ അഹ്ലിഹി അൽ ഖബസ. സ്വന്തം കുടുംബത്തിൽ തെറ്റ് കണ്ടിട്ട് അതിനെ അംഗീകരിച്ച് പഞ്ചപുഷ്പമടക്കി മിണ്ടാതിരിക്കുന്നവൻ. കല്യാണത്തിൻ്റെതാകുന്ന സദസ്സുകൾ ആർഭാടങ്ങളും തോന്നിവാസങ്ങളും മോശപ്പെട്ടതാകുന്ന ശൈലികളും സിനിമാ പാട്ടുകളും ഒക്കെ ആയി വരുമ്പോഴും വാപ്പയും ഉമ്മയും പ്രായം ചെന്ന താടി രോമങ്ങൾ തലമുടി നരച്ചതായ ആളുകൾ മിണ്ടാതിരിക്കുന്നവരുണ്ടെങ്കിൽ അല്ലദീ യുഖിറു ഫീ അഹ്ലിഹി അൽ ഖബസ, സ്വന്തം കുടുംബത്തിൽ തെറ്റ് കണ്ടിട്ട് അംഗീകരിച്ച് മിണ്ടാതിരിക്കുന്ന ആളുകൾ അവരാണ് റബ്ബിന്റെ ഏറ്റവും വലിയ കോപത്തിന്റെ അഹ്ലുകാരെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
നമ്മുടെ സമുദായം ഇന്ന് അത്തരത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ചിന്തയുള്ളവരാകണം. അതിന് ഏറ്റവും വലിയ ഉപോത്ബലകമായിട്ടാണ് അള്ളാഹു നിങ്ങളുടെ തലയിലെ രോമവും നിങ്ങളുടെ താടി രോമവും ഒക്കെ നരപ്പിച്ചത്. അതുകൊണ്ട് നല്ല നീയത്ത് വെച്ച് സ്വതക്ക കൊടുത്തോളി. മരണാനന്തര ജീവിതത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു എന്ന് ചിന്തിച്ചു കൊടുക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.